Yes, the important questions from ICA material for S, FM and costing. സോ നിങ്ങൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിവൈസ് ചെയ്യുക. നിങ്ങൾ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ യു ക്യാൻ റെഫർ ഇറ്റ് ദിസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദിസ് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് യു ക്യാൻ റെഫർ ഇറ്റ്. ഓക്കെ, ഫോർ യുവർ ഫൈനൽ റിവിഷൻ. ഓക്കെ, സോ ഫൈനൽ റിവിഷൻ. സോ ഫസ്റ്റ് നമുക്ക് ബിഫോർ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഇത് എവിടെയെങ്കിലും ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക. സോ ഫസ്റ്റ് വേണം നമുക്ക് എഫ് എമ്മിൽ നോക്കാം. എഫ് എമ്മിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ ഫോർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ illustration 4, then 10, then 30, 40, 50, 60, 70, 80, then 1, 5, 11. So this illustrations questions are important for your revision. The next നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് 2, 4, 5, 6 and 7. So plus RTP question. So RTP സെപ്റ്റംബർ 2024 RTPയിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അതിന് RTP മെയ് 2024 RTPയിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ ദിസ് ക്വസ്റ്റ്യൻസ് ആർ ഇനഫ് ഫോർ യുവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പ്രിപ്പറേഷൻ. ഓക്കെ, നെക്സ്റ്റ് പ്ലസ് അതോടൊപ്പം തന്നെ നമുക്ക് ICA മെറ്റീരിയൽ നമുക്ക് എക്സാമ്പിൾ 2, 3 and 5. So 2, 3 and 5, this also you can revise. Okay, the next chapter is capital structure. Capital structure നമുക്ക് illustration 2, 3, 6, 7, not 7, 9. This is 9, 4, 5, 10, 12 and 30. Okay, the next practical problems 1, 2, 4, 7, 8, 9 and 10. So that's enough. The next ratio analysis. For ratio analysis, illustration number 2, 5 and 6. 2, 5 and 6. Then practical problems 1, 2, 5, 6, 7, 10 and 11. Okay, the next നമുക്ക് RTP 2024 RTP September 2024 RTP fourth question. Okay, fourth questions also you can revise. The next leverage illustration 1, 3, 4 and 5. Then is practical problems 3, 5, 7, 8, 9, 10. Then last question. Okay, so I can remember the last question number. So the last question also you can revise. Okay, the next investment decision. So investment decision, the illustration number 8, 9, 30, then MCQs, all the MCQs, then 80. Okay, the next practical problems 1, 2, 3, 9, 12, 30, 40. The next നമുക്ക് dividend decision so illustration 1, 8, 9 and MCQ, all the MCQ. Then practical problem 7, 8, 6, 9. Okay, the next one നമുക്ക് cost working capital. So working capital നമുക്ക് unit 1 so unit 1, so നമുക്ക് illustration number 3, 4, 2. The next unit 2 നമുക്ക് 6, 8, 11. Then നമുക്ക് unit 5, so illustration number 1, 7 and 70 and 80. Then next practical problems 1, 4, 6, 12 and 30. So this is for your working capital chapter. So working capital chapter നമുക്ക് frequently ചോദിക്കുന്നത് യൂണിറ്റ് 1 യൂണിറ്റ് 2 അതുപോലെ തന്നെ യൂണിറ്റ് 5 നിന്നാണ് നമുക്ക് ഫ്രീക്വൻ്റ്ലി നമുക്ക് ചോദിക്കുന്നത് അവിടെ നിന്നാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് FM. ദ നെക്സ്റ്റ് നമുക്ക് കോസ്റ്റിംഗ് ഫസ്റ്റ് നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ ഇല്ലസ്ട്രേഷൻ നമ്പർ 2, 3. ദ നെക്സ്റ്റ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് 1, 2, 3 and 4. ദ നെക്സ്റ്റ് നമുക്ക് എ ബി സി ഓൾ ക്വസ്റ്റ്യൻസ്
ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓൾ ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് 4 ഇല്ലുസ്ട്രേഷൻസ് അത്രയേ ഉള്ളൂ തോന്നുന്നു. പിന്നെ നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്. ഓൾ ആർ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് മാർജിനൽ കോസ്റ്റിങ്ങിലേക്ക് വരുമ്പം ഓൾ ഇല്ലുസ്ട്രേഷൻസ്, എല്ലാ ഇല്ലുസ്ട്രേഷനും നമുക്ക് എന്താണ് പിന്നെ റിവൈസ് ചെയ്യണം. നെക്സ്റ്റ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് 5, 4, 8, 40, 50, 60, 90 ആൻഡ് 20. ഓക്കെ. നെക്സ്റ്റ് സർവീസ് കോസ്റ്റിങ്ങിലേക്ക് വരുമ്പം സർവീസ് കോസ്റ്റിങ്ങിൽ നമുക്ക് ഇല്ലുസ്ട്രേഷൻ നമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 12, 80, 40, then 9, then next 11. സോ നമുക്ക് ഓരോ ഇല്ലുസ്ട്രേഷൻ, ഈച്ച് ഇല്ലുസ്ട്രേഷൻ എന്താണ്, ഓരോ ഇപ്പം ഹോസ്പിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ സ്കൂള്. സോ ഓരോന്നിൻ്റെയും സർവീസ് കോസ്റ്റിംഗ് ആണ് നമുക്ക് അവിടെ പ്രോബ്ലം വരുന്നത്. സോ അതാണ് ഏകദേശം നമുക്ക് എല്ലാ ഇല്ലുസ്ട്രേഷൻ വേണമെന്ന് പറയുന്നത്. ഓക്കെ. സോ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എൻറ്റിറ്റി, നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് എൻറ്റിറ്റിക്ക് നമുക്ക് ഓരോ ഇല്ലുസ്ട്രേഷൻ പ്രോബ്ലംസ് ആണത്. ഓക്കെ. ദെൻ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 2, 3. ഓക്കെ, 2, 3 ഐ തിങ്ക് 2 വരുന്നത് നമുക്ക് ഡൽഹി ചാന്ദിക്കർ എന്ന് പറയുന്നൊരു പിന്നെ ക്വസ്റ്റ്യനാണെന്ന് തോന്നുന്നു. ഓക്കെ. ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലേക്ക് വരുമ്പം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 1, 2, 3, 4, then 5, 6, 7, 8, 9, 10, 11, 12 and 13. The next നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 1, 2, 10, 11, 5, 6, 40, 3, 4, 15. So these all are the important questions. Then overhead നമുക്ക് all questionസും, അതായത് all illustrations, all practical problems, all illustrations, all practical problems. Then material costing. So material costing നമുക്ക് illustration number 5, 6, 8, 6, 7, 8, 9, 10, 11, 12, 30 and 40. Then practical problems 2, 5, 6 and 4. So ഇത് നമുക്ക് ഡിസ്കൗണ്ടിൻ്റെ ഒക്കെ മൾട്ടിപ്പിൾ ഡിസ്കൗണ്ട് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഉള്ളത്. സോ യു ക്യാൻ റെഫർ ഇറ്റ്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് വരുന്ന ക്വസ്റ്റ്യൻസ് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ. ദെൻ പ്രോസസ് കോസ്റ്റിംഗ് നമുക്ക് ഫിഫോ മെത്തേഡ്, അതുപോലെ തന്നെ വെയിറ്റ് ആൻഡ് ആവറേജ് മെത്തേഡ്, വാം മെത്തേഡ്, അതിനെക്കുറിച്ചുള്ളതാണ്. സോ നമുക്ക് ഇല്ലുസ്ട്രേഷൻ നമ്പർ 2, 3, 6 ആൻഡ് 4. 6 ഐ തിങ്ക് ഇൻ്റർ പ്രോഫിറ്റ്. സോ ഇതാണ് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്, അതാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് നമുക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എല്ലാ പ്രാക്ടിക്കൽ പ്രോബ്ലംസും ഐ തിങ്ക് ഇറ്റ്സ് 3 to 4 പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺലി. സോ നോട്ട് ഷുവർ. നെക്സ്റ്റ് ലേബർ കോസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ ലേബർ കോസ്റ്റിംഗ് ഇല്ലുസ്ട്രേഷൻ 7, 8, 9, 5, 40, 1, 2, 3, 12 and 50. So the next നമുക്ക് പ്രാക്ടിക്കൽ questions 1 and 2. So 1 and 2. I think in only 2 questions. Practical problems 2 questions. So then next നമ്മൾ theory. So for costing the theory topics which you should cover. Okay. At least ഇതെങ്കിലും കവർ ചെയ്യാം. ഓക്കെ. ദ നെക്സ്റ്റ് നമുക്ക് ദാറ്റ്സ് ഓൾസോ ഞാനൊരു അതിൻ്റെ പേജ് നമ്പർ ഞാൻ അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. സോ മെറ്റീരിയൽ കോസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റിംഗ് ബിൻ കാർഡ് നമുക്ക് പേജ് നമ്പർ 2.19, അതുപോലെ തന്നെ സ്റ്റോർസ് ലെഡ്ജർ 2.20, അതുപോലെ തന്നെ വാല്യൂഷൻ ഐറ്റംസ് 2.13. ദെൻ ലെവൽസ് നമുക്ക് ലെവൽസ് ഏതൊക്കെയായിരുന്നു, പിന്നെ മിനിമം ലെവൽ, മാക്സിമം ലെവൽ, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ലെവൽസ് പറയുന്നുണ്ട്. സോ അതായത് നമുക്ക് 2.22 പിന്നെ ഫ്രം 2.22 to 2.27. ഓക്കെ. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബിൻ കാർഡും അതുപോലെ തന്നെ സ്റ്റോർസ് ലെഡ്ജറും ബിൻ കാർഡും നമ്മുടെ ഡിഫറൻസ്. സോ പേജ് നമ്പർ 2.21. ഓക്കെ. നെക്സ്റ്റ് ലേബർ കോസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ ലേബർ കോസ്റ്റിങ്ങിൽ നമുക്ക് ഓവർ ടൈം എന്ന് വെച്ചാൽ നമുക്ക് 3.17 to 3.18 പേജ് നമ്പർ നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഓവർ ഹെഡിലേക്ക് നമുക്ക് വരുമ്പോൾ അലോക്കേഷൻ, അപ്പോർഷൻ, അതുപോലെ തന്നെ റീ അപ്പോർഷൻ, അവസാനം അബ്സോർപ്ഷൻ. ഓക്കെ. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സോ അലോക്കേഷൻ വരുന്നത് 4.12. നെക്സ്റ്റ് അപ്പോർഷൻ വരുന്നത് പിന്നെ ഫ്രം 4.13 to 4.16. അതുപോലെ തന്നെ റീ അപ്പോർഷൻ വരുന്നത് ഫ്രം 4.16 to 4.26. ദെൻ അബ്സോർപ്ഷൻ വരുന്നത് 4.41 ഫ്രം 4.41 to
4.44. നെക്സ്റ്റ് എ ബി സിയിൽ വരുന്നത് നമുക്ക് ഡ്രൈവേഴ്സിൻ്റെ നെയിംസ് ഒക്കെ പഠിച്ചു നോക്കുക ഓരോന്നിൻ്റെയും. ഓക്കെ, ഡ്രൈവേഴ്സിൻ്റെ നെയിംസ്, അതുപോലെ തന്നെ നമുക്ക് പിന്നെ 4 ലെവൽസ് ഓഫ് ദി ആക്ടിവിറ്റീസിൻ്റെ അത് ഒന്ന് റെഫർ ചെയ്യാം. ദെൻ കോസ്റ്റ് ഷീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കോസ്റ്റ് ഷീറ്റ് ഐറ്റംസ് നോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന കോസ്റ്റ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇൻട്രസ്റ്റ്, അങ്ങനെ നമുക്ക് ഫൈനാൻസ് കോസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. പിന്നെ നമുക്ക് ലാസ്റ്റ് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിൽ അടിച്ചാൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ എഴുതുന്നത് ഇൻറ്റഗ്രേഷൻ അക്കൗണ്ടിങ്ങും അതുപോലെ നോൺ ഇൻറ്റഗ്രേഷൻ അക്കൗണ്ടിങ്ങിൻ്റെ ഈ തിയറി ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഇമ്പോർട്ടൻറ്റ് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് which should you revise before your exam for as a final revision. Okay.